അപ്പോൾ അത് നമ്മുടെ അടുത്ത് തെർമോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തെന്ന് പറയുമ്പം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും 4 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് കണക്ട് ചെയ്യാനുള്ളത്. K0, K1 പ്ലസ് 12 വോൾട്ടേജ് ജി എൻ ടി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്നിട്ട് ഈ 12 വോൾട്ടിനകത്ത് ഒരു റെഡ് വയറും പിന്നെ ഗ്രൗണ്ടിനകത്തോട്ട് ഒരു ബ്ലാക്ക് വയറും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മേളിൽ നോക്കുകയാണെങ്കിൽ 3 സ്വിച്ച് ഉണ്ട്. ഒന്ന് സെറ്റ്, ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ് എന്നത്. സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടൈമിങ്ങിനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സാധനം എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുമ്പം അത് നമ്മൾക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ളത്. ഈ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺ ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. പ്ലസ്സും മൈനസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഒരെണ്ണം കൂട്ടാനും ഒരെണ്ണം കുറയ്ക്കാനും വേണ്ടിയുള്ളത്. എന്നിട്ട് ആ വയർ രണ്ടും ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു കണക്ടറിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ റെഡ് വയർ പോസിറ്റീവിനകത്തും ബ്ലാക്ക് വയർ നെഗറ്റീവിനകത്തും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇനി നമുക്കെന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് അഡാപ്റ്ററുമായിട്ട് ഇത് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. അഡാപ്റ്റർ എന്ന് പറയുമ്പോൾ 12 വോൾട്ട് 1 ആംപിയർ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു അഡാപ്റ്ററാണ്. ഇത് നമുക്ക് നേരെ പ്ലഗിൽ കൊടുക്കാം. പ്ലഗിൽ കൊടുത്തിട്ട് നേരെ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഈ അഡാപ്റ്ററിൻ്റെ ഈ പിന്ന് നമ്മുടെ ഇതിനകത്തുള്ള ഈ കണക്ടറുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഓൺ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതേ നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കാൻ പോവുകയാണ്. സ്വിച്ച് ഓൺ ആക്കാൻ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ 30.1 എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ റൂം ടെമ്പറേച്ചർ ഈ സാധനം വെച്ചാണ് ഇപ്പോൾ ഇതിനകത്ത് നടക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ ചുരുട്ടി പിടിക്കുകയാണ്. ചുരുട്ടി പിടിക്കുമ്പം ഇത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കൂടി വരുന്നതുണ്ടോ. സത്യം പറഞ്ഞാൽ ഒരു കോഴി മുട്ട വിരിയണമെങ്കിൽ അത് സാധാരണ നമ്മൾ കോഴി അട വെക്കുമ്പോൾ അത് വരുന്നതെന്ന് പറയുമ്പം 37.5 ഒരു കോഴിയുടെ മുട്ട വിരിയാൻ വേണ്ട ചൂട്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ സെറ്റ് എന്ന് പറഞ്ഞ സാധനത്തെ നമ്മൾ ലോങ് പ്രസ് ചെയ്യണം. അപ്പോൾ അതെ ഇതിനകത്ത് 28.0 എന്നാണ്ടാക്കുന്നത്. ഇത് നമ്മൾ 37.5 എന്നാക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൂട്ടുകയോ നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ ഇതാക്കുമ്പോൾ അത് കൂടി വരുന്ന കാണാം. അപ്പോൾ നമ്മളത് 37.5 മാറ്റണം. 37.5 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. 37.5 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റെന്ന് എഴുതിയേക്കുന്നതിനകത്ത് നമ്മൾ ലോങ് പ്രസ് ചെയ്യണം. ലോങ് പ്രസ് ചെയ്ത് കുറച്ച് നേരം നിൽക്കുമ്പം P0 എന്നും പറഞ്ഞൊരു ഇത് വരും. P0 എന്നും പറഞ്ഞു വന്നത്. അപ്പോൾ P0ക്കകത്ത് നമ്മൾ ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പം ഒന്നെങ്കിൽ P0 മാത്രമല്ല P0 വരാം, P1 വരാം, P2 വരാം, P3 വരാം, P4 വരാം, P5 വരാം, P6 വരാം. ഇത് ഇത്ര നമ്മൾ ഇനി സെറ്റ് ചെയ്യണം. P0 എന്ന് പറയുമ്പം നമ്മൾ ലോങ് പ്രസ് ചെയ്തു P0 വന്നിട്ട് ഇതിനകത്ത് വന്നേക്കുന്നത് P1, P2, P3, P4, P5, P6 പിന്നെയും P0. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ P0ക്കകത്ത് കോൾഡ് നമുക്ക് മാറ്റിയിട്ട് ഹോട്ടാക്കാം. നമ്മൾ കോൾഡ് എന്ന് പറയുമ്പോൾ തണുപ്പിൻ്റെ ടെമ്പറേച്ചർ ഇറക്കാനും H എന്ന് പറയുമ്പം ചൂട് അളക്കാനും നമുക്ക് എന്തായാലും H ആണല്ലോ വേണ്ട. അപ്പോൾ നമുക്ക് അത് കറക്റ്റായി. ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് പറയുമ്പം നമുക്ക് P0 സെറ്റായി. ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ P1 ആണ്. അപ്പം നമ്മൾ ഒന്നുകൂടെ ലോങ് പ്രസ് ചെയ്തിട്ട് P0 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വേണ്ടത് P1 എടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം അതിൻ്റെ എന്ന് പറയുമ്പോൾ 0.2 ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കുറച്ച് നമുക്ക് 0.2 കൊണ്ടുവരാം. അപ്പോൾ P1 എന്ന് പറയുമ്പോൾ 0.2 ആണ് വേണ്ടത്. അടുത്തത് വേണ്ടത് P1 കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് P1 0.2 ആക്കി. ഇനി അടുത്തത് P2 എടുക്കേണ്ടതെന്ന് പറയുമ്പം P2 വേണ്ടതെന്ന് പറയുമ്പോൾ 39 ആണ്. അപ്പോൾ നമ്മളിത് ഇതിങ്ങനെ കുറച്ച് നമുക്ക് 39 കൊണ്ടുവെക്കണം. അത് കൂടണം. നമ്മൾ P3 39 കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊന്നുകൂടെ സെറ്റ് ചെയ്യണം. P2 39 ആണ്. ഇനി അടുത്ത് നമ്മളെന്ന് പറയുമ്പോൾ P3 നമ്മൾ എത്ര ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ P3 വേണ്ടതെന്ന് പറയുമ്പോൾ 34 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി ഇത് കുറയ്ക്കുന്നതാണ്. നമുക്ക് 39 കൊണ്ടുവെക്കാം, 34 കൊണ്ടുവെക്കണം. കൊണ്ടുവെക്കണം. അടുത്തത് വേണ്ടതെന്ന് പറയുമ്പം P4 എത്ര വേണ്ടതെന്ന് പറയുമ്പം P4 0.0 ആണ്. അടുത്തത് വേണ്ടത് P5 എത്ര വേണ്ടതെന്ന് പറയുമ്പം അതും 0.0 ആണ്. അടുത്തെന്ന് പറയുമ്പം P6 എത്ര എന്ന് പറയുമ്പം
P6 ആണ്. P6 എന്ന് പറയുമ്പോൾ P6 ഓഫാണ്, ഓൺ ആക്കേണ്ട ആവശ്യമില്ല, ഓഫ് ആക്കി വെച്ചിരുന്നാൽ മതി. എന്നാൽ നമ്മൾ കുറച്ച് നേരം നമ്മളൊന്നും ചെയ്യാതിരിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടെമ്പറേച്ചർ അളക്കുന്ന രീതിയിൽ ഈ സാധനം വെക്കണ്ട 13.2, 13.5, 13.3 അങ്ങനെയൊക്കെ പറഞ്ഞു വരുവാണ്. ഈ സാധനമില്ല, ഈ സാധനം എന്ന് വെച്ചാണ് നമ്മളിനി ഹീറ്റ് ഇതാക്കുന്ന നമ്മുടെ മുട്ടയുടെ അത് എത്ര ഹീറ്റ് നമുക്ക് ആ കാർബോർഡിനകത്ത് വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് കാരണം നമ്മളിതിപ്പോൾ ഇതിങ്ങനെ മുറുക്കി പിടിക്കുവാണെങ്കിൽ ഇത് ഈ ഹീറ്റ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ബോഡിയുടെ ഇതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ വേണമെങ്കിൽ ഇന്നതൊരു തീപ്പെട്ടി തടിക്കുകയാണെങ്കിൽ ഇതിനകത്ത് കൂടുതൽ വരുന്നതായിരിക്കും. ഇനി നമുക്കിത് വർക്കിംഗ് ആണോ അല്ലയോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അത് ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 35.7 അങ്ങനെ കുറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പം നമ്മൾ ഈ ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഈ ലൈറ്റർ ഈ സാധനത്തിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ 37.5 കഴിയുമ്പം ഇതിനകത്ത് റെഡ് ലൈറ്റ് ഉണ്ടല്ലേ, അത് ഓഫാവും. ഉണ്ടോ? അപ്പോൾ 39 ആയി. ഇനി അത് ഓട്ടോമാറ്റിക്കലി 37.5 അത് 37.5 കഴിയുമ്പം തറലോട്ട് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ ലൈറ്റ് ഓൺ ആവും. കണ്ടോ ഓണായത്? ഇതപ്പോൾ നമ്മൾ വർക്കിംഗ് ആണെന്ന് ഉറപ്പായി. ഇനി നമുക്ക് ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യാം.